ആ വാടക സംബന്ധിച്ച ഫയൽ എവിടെ? ഞാനും കൊടുത്തില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഫയലൊന്നും കേൾക്കണതേ അലർജിയാ. എന്നോട് ചോദിക്കണ്ട. അത് സാറിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്നേ. ഇവിടുന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കത്ത് എഴുതിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് സാറിന്റെ ഡയറക്ടറേറ്റിലേക്കുള്ളതേ. അത് അയക്കുമ്പോഴേ സത്യശീലന്റെ സമ്മതപത്രം കൂടി അറ്റാച്ച് ചെയ്യാൻ മറക്കണ്ട. ഈ കെട്ടിടത്തിന്റെ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ പോയിട്ടുള്ള ആളെ പിന്നെ ഈ വൈക്ക് കണ്ടിട്ടില്ല. മൂപ്പരിഞ്ഞിപ്പോ കാല് മാറി ഉണ്ടാവും. കാലൊന്നും മാറില്ല. സമ്മതപത്രം തന്നിട്ട് കാല് മാറിയാ ജയിലിൽ പോയിട്ട് വരുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി. വരുന്നുണ്ട്, സത്യശീലൻ വരുന്നുണ്ട്. നമസ്കാരം. ഇത് ഇവര് PWD കെട്ടിട വിഭാഗം പരിശോധിക്കാൻ വേണ്ടി വന്നതാ. സാറേ കണ്ട ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുക. പരിശോധിക്കാനേ നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ പൊളിഞ്ഞു. അതിലേക്ക് കൂടുതൽ കുഴപ്പമില്ലാപ്പോഴാണ് അവിടെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുകയാണ്. ഏത് സമയത്തും പൊളിഞ്ഞു. നമസ്കാരം. ഇത് ഞങ്ങളുടെ AXC മണ്ഡപതി മാഡം. ഞാൻ മണ്ഡപതി. ഇത് ഞങ്ങളുടെ ഓവർസീർ സുമേഷ്. ഡ്രാഫ്റ്റ് ചെയ്തിരുന്നില്ലേ? ഫിറ്റ്നസ് നോക്കാൻ വേണ്ടിട്ടുണ്ട്. ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു പൊളന്ന് നിൽക്കാണ്. ഈ കെട്ടിടത്തിന് എത്ര പഴക്കമുണ്ട്? ചത്തുപോയി. ആര്? ജോത്സി അല്ലെങ്കിൽ ചോദിക്കായിരുന്നു. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഇത് ഞങ്ങളുടെ AXC ആണ്. നമ്മളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ? അതെന്താ അറിയോ സാറേ, അത് സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാനൊരു 10-15 തവണ കയറി ഇറങ്ങിയിട്ടപ്പോൾ ഇവരൊക്കെ വിളിച്ചോണ്ട് വന്നിട്ടുള്ളത്. അവനെന്താ ഇയാളെ സംസാരിക്കണം? സാറേ അല്ല ആയിക്കോട്ടെ, അത് നിങ്ങളുടെ അതിന്റെ നിലപാട് വിട്ട് പോകണ്ടോ. പക്ഷേ വേറെ കാര്യം സാർ, ഇതൊക്കെ ഒരു കോംപ്ലക്സ് ആണ്. അതായത് ചെറുപ്പക്കാരിയായ ഒരാൾ AXC ആയിട്ട് വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ്. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ സാറിന് അതൊന്നുമില്ല. വെറുതെ നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യം. ഞങ്ങൾക്കും സർക്കാർ തന്നെയാണ് ശമ്പളം തരുന്നത്. പിന്നെ ഞങ്ങൾക്ക് സർക്കാരല്ല ശമ്പളം തരണം. അല്ല ഇതിപ്പോ നടക്കും ഈ കാര്യം. അല്ല, ഈ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? ഉറക്കം സംസാരിച്ചു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുത്. അതതിന്റെ സ്ഥിതി. സാറിനോടൊന്ന് പറയാൻ പറയുന്നത്. നിങ്ങൾ തന്നെ അത് എന്താന്ന് വെച്ചാ ചെയ്യാം. ഇവര് വന്ന് ചോദിക്കുന്ന രീതി ശരിയല്ല. ഇത് ഈ കെട്ടിടത്തിന് എത്ര പഴക്കമുണ്ട്? അത് 102 കൊല്ലം. ഈ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 58. 58. അപ്പൊ മൊത്തം എത്ര വർഷമായി? ഊറ്റോക്കാരിലേക്ക് 160 വർഷമായി. 160. അപ്പൊ ഈ തറയുടെ ബലം നമുക്കൊന്ന് അറിയണം. സുമേഷ് ഏട്ടാ നോക്കൂ. കൊണ്ടൊന്നും തല്ലി പൊളിക്കരുത്. ഇത് അല്ലെങ്കിൽ തന്നെ ഇതായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതൊന്നും വേണ്ട, അല്ലാണ്ട് പരിശോധിച്ചോളാം. ഇനി ബാക്കിയുള്ള സ്ഥലം ആർക്കെങ്കിലും എന്തെങ്കിലും കുലുക്കം അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും കുലുക്കം അനുഭവപ്പെടുന്നുണ്ടോ? എനിക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് നിങ്ങളല്ലേ കുലുങ്ങുന്നത്. നിങ്ങൾക്ക് അനുഭവപ്പെടാതിരിക്കും. അയ്യോ മതി മതി, നിർത്തിക്കോ. ശ്വാസം മുട്ടുന്നുണ്ട്. മതി. പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല. ഒരു 100 വർഷത്തെ ആയുസും കൂടി കെട്ടിടത്തിനുണ്ട്. അയ്യോ ചതിക്കരുത് വേണം. ഇത് വളരെ പഴക്കമുള്ള കെട്ടിടമാണ്. ഇതിന്റെ പഴക്കം അറിയണം. കണ്ടല്ലോ, ഒരു ട്രെയിൻ ഇതിലെ പോണം. 15 മിനിറ്റിന്റെ ഒരു ട്രെയിൻ വരും. വന്നിട്ട് പോയാൽ മതി. ഞങ്ങൾ പരിശോധിച്ചല്ലോ, പറയത്തക്ക പ്രോബ്ലം ഒന്നും കാണുന്നില്ല. പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ നിങ്ങളോടല്ല സംസാരിച്ചത്, സത്യശീലനോടാണ്. സത്യശീല ഇവിടുത്തെ ആര്? സത്യശീല ഇവിടുത്തെ ഉദ്യോഗസ്ഥനൊന്നും അല്ല, ഇവിടുത്തെ സ്റ്റാഫും അല്ല, ഈ കെട്ടിടം അങ്ങേരുടെ അല്ല. പരിശോധനയ്ക്കുള്ള കത്ത് തന്നിട്ടത് ഈ ഓഫീസിൽ നിന്ന് ഈ ഓഫീസറാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഓഫീസറെ അടുത്ത് വേണം പറയാൻ. ഇനി നമുക്ക് കൂടുതലൊന്നും സംസാരിക്കേണ്ട. ഈ കെട്ടിടത്തിന് ബലക്കുറവുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുണ്ടാവും. അതുണ്ട്. വാപ്പൻ മത. അയ്യോ സുമേഷ് ഏട്ടാ വരുമോ? ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് അതെ, ഇത് നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ലല്ലോ. വാ ഇങ്ങോട്ട്. അതെ സാറേ, എന്റെ പേര് തന്നിട്ടിരിക്കില്ലേ?